എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, പേര് കേട്ട് ആരും ചിരിക്കരുത്, അത് എന്തിനാണ് എനിക്ക് അയച്ചു തന്നെന്ന് എനിക്ക് എപ്പോഴും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി പേര് കണ്ടപ്പോൾ കാണണമെന്ന്. ഡബിൾ മീനിങ് തഗ് ലൈഫ് മലയാളം 18+, ഡബിൾ മീനിങ് മലയാളം തഗ് ലൈഫ് മല്ലു ഹോട്ട്. ഇത് ഇറങ്ങിയിട്ട് എത്ര നാളായി എന്നെനിക്കൊന്നും അറിയത്തില്ല, കാണാൻ പറ്റുന്നില്ല. മലയാളം മൂവി കോമഡി എന്നും പറയുന്ന ചാനലിലാണ് വന്നേക്കുന്നത്. 1 million വ്യൂസ് ഉണ്ട്, 34K ലൈക്സും ഉണ്ട്. സോ സാധാരണ എനിക്ക് ചളി ഡബിൾ മീനിങ് ഇഷ്ടമല്ല, പക്ഷേ കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഭഗവാനെ കാത്തോളണേ. Unlike C++, which combines the syntax and structure, generic object-oriented programs, Java was built almost exclusively. തെറ്റിദ്ധരിച്ചു. All code is written in direct class. Everything is an object. ആ ഇരുത്തം കണ്ടാ അറിയത്തില്ല കേട്ടോ, വിചാരിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന്. ഇന്ന് അതിനുള്ള സ്റ്റാമിന ഇല്ല, എല്ലാ സ്റ്റാമിന ഇന്നലെ രാത്രി തീർന്നു. ഇത് ഞാൻ ഓർമ്മയില്ലല്ലോ ആ സിനിമ. ഒരുപാട് സൈക്കിൾ കിട്ടി, സ്റ്റാമിന ഇന്നലൊക്കെ ആ സിനിമക്കകത്തുണ്ടായിരുന്നു. ഈ സാധനം തന്നെ ഇപ്പൊ പോയി. ഇതായിരുന്നോ? ഏതാ ഫ്ലേവർ വേണ്ടത്? ഓറഞ്ച്, സ്ട്രോബെറി? ഇതെന്താ ഐസ്ക്രീമാ? എനിക്ക് ഐസ്ക്രീം മതിട്ടോ. ഏതാ വേണ്ടത്? ഏതായാലും മതി. ഇതിനൊക്കെ എന്തിനാ ഫ്ലേവർ? ഇപ്പം തന്നെ ഇട്ടോ, പോക്കറ്റിലേക്ക് ഇടാ. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയ നല്ല പൊടി പതിയില്ലാന്ന് അതെന്റെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാം. വണ്ടിയോ? പണിയായതോ ഞാനും തെറ്റിദ്ധരിച്ചു. അല്ലാതെ റോഡിലോട്ട് ക്ലീൻ ഇംഗ്ലീഷ് പടാന്ന് കാണുന്നു. ഇംഗ്ലീഷ് പടാതെ കാണും, പക്ഷെ കാറ് സ്കൂട്ടറൊന്നും അല്ല, വേറെ ചിലതാ. ചിലത് ശബ്ദം പോലും കാണില്ലല്ലേ. ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കേണ്ടെന്ന്, അത് വിടും. അല്ല, ഇതിന്റെ രജിസ്റ്റർ കഴിഞ്ഞല്ലേ ഉള്ളൂ, നമ്മളൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ അപ്പുറത്ത് മുമ്പ് കിടന്നതാ. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതിനകത്ത് എന്താ തഗ് ലൈഫ്? എനിക്ക് ഭാര്യയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാ, വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചോണ്ടിരിക്കും, പിന്നെ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കും. ഇനി ഞങ്ങളുടെ ഡ്രസ് മാറട്ടെ. കൃഷ്ണ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇതിന് വന്നപ്പോ മുതൽ അവരുടെ മോന്റെ 2 കുട്ടി. അവനവൻ ഒറ്റയ്ക്ക് കുളിക്കുന്നതിന്റെ സുഖം ഇവരുടെ കല്യാണം ഇങ്ങനെ കഴിഞ്ഞില്ല, അവരിതൊക്കെ തുടങ്ങി. ഇത്രയും കാലത്ത് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. വെള്ളം തീർന്നു. നിനക്കില്ലല്ലോ. എന്തിനാ നാണിക്കുന്നേ? പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആഗ്രഹത്തേക്ക് എന്നാലേ സമയം കളണ്ട, നേരത്തെ ഇറങ്ങിയോ? പുള്ളിയോട് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വരാം. അതാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ജോബി ചേട്ടന്റെ നേതൃത്വത്തിൽ കൊസ്റ്റപ്പന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം. ഞാൻ വരുന്നു. അതും തഗ് ലൈഫ് അല്ലല്ലോ. എന്നാൽ ഈ കൊലച്ചത് എന്നോട് ചെയ്യരുതായിരുന്നു സാർ. എന്താണോ ആ കണ്ണീരിയോട് വരുന്ന വിവരം ഒരു വാക്കിനോട് പറഞ്ഞായിരുന്നോ? എന്റെ ദൈവമേ, ഒരുപാട് കൊലപാതക കേസുകൾക്ക് ഉത്തരവാദിയായ ഒരു പാവ സ്ത്രീയെ സാറേ. കൊലപാതക കേസുകൾക്കോ?
ഞാൻ മീരയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല, അതുപോലെ തന്നെ എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല. കല്യാണം കഴിക്കാത്ത പിള്ളേരെ എവിടുന്ന് വരും? കല്യാണം കഴിക്കാതെയും വരാം. അല്ല മോളെ, സ്നേഹം മാത്രം നോക്കിയാൽ മതിയാ, വേറെയും കുറെ കാര്യമില്ല ലൈഫില്. നീ അതാണോ ഉദ്ദേശിച്ചത്? അതൊക്കെ പറ്റുമെന്ന് അവൻ എന്നെ തെളിയിച്ചതാണ്. ഇങ്ങനൊക്കെ സിനിമയിലുണ്ടോ? അയ്യോ, എന്ത് നീ കാണിക്കുന്നേ? ഞാൻ ചെരുപ്പിടാതെ നിന്ന എന്റെ ചെരുപ്പിടാതെ നിന്നാട്ടോ അങ്ങനെ നിന്നാ എനിക്ക് ഇങ്ങനെ ചോദിച്ചു വാങ്ങിച്ചതാ. ഇതുപോലെ പലതരം അഡിക്ഷനുകളുണ്ട്. ഇപ്പൊ ആൾക്കാരുടെ പോക്കറ്റ് തപ്പാനായിട്ട് പോലീസിന് ഒരു ചാൻസ് കൊടുക്കാമെങ്കിൽ പലരുടെയും ഫാൻസിൽ നിന്ന് ഹാൻസ് വരെ പിടിക്കും. രണ്ടാമത്തെ കണ്ടന്റില് പ്രാസം പറഞ്ഞൊരു ഹാൻസം ഗായ് പറഞ്ഞു, ഇതവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഈ ഒരു അഡിക്ഷനും ഇല്ലാത്തവരാണ്. അവര് മോദിജിയെ പോലെ വിദേശയാത്രകളെ സ്നേഹിച്ചതായിരിക്കും. അത് VIP A ക്ലാസ് യാത്ര, ഇത് VPN A ക്ലാസ് യാത്ര. ഒരു 15 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ കേട്ടതേ ഇല്ല. വാലന്റൈൻസ് ഡേ പുതിയ പിള്ളേർ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. വെറുതെ പ്രേമമില്ലാത്തവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയ ഒരു ദിവസം, അല്ലാതെ എന്തിനും ഇങ്ങനൊരു ദിവസം ഒരു കാര്യവുമില്ല. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ എപ്പോഴും പറയും, നോക്കിയും കണ്ടൊക്കെ ആഘോഷിക്കുക. അല്ലെ കൃത്യം 10 മാസം കഴിഞ്ഞാൽ നവംബർ 14 ശിശുദിനം കൂടെ ആഘോഷിക്കേണ്ടി വരും. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ യൂത്താണ്, ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷമില്ല. അല്ലെ കൃത്യം 10 മാസം കഴിഞ്ഞാൽ നവംബർ 14 ശിശുദിനം കൂടെ ആഘോഷിക്കേണ്ടി വരും. എടാ കൊരങ്ങ, അവൻ അപ്പുറം മലയിലും നീ ഇപ്പുറം മലയിലും അല്ല നിക്കണോ? എടാ ഇന്ന് നിന്നെ ഞാൻ പറയാൻ അവൻ തൊട്ടല്ലേ അടുത്തല്ലേ നിക്കണേ? എടാ നിന്റെ ഭാര്യനെയല്ലേ അവൻ കയറി പിടിച്ചത്? അതെ, അത് കാണുമ്പോ നിനക്കൊരു വികാരമില്ലേ മുഖത്ത്? അതെങ്ങനെയാണ്? എന്റെ ഭാര്യ അവനല്ലേ പിടിച്ചത്, അപ്പൊ അവനല്ലേ വികാരം ഉണ്ടാകുന്നത്? സത്യല്ലേ? ആരാധകർ സാനിയെ ഹോട്ട്, സെക്സി എന്നൊക്കെ കമന്റ് ചെയ്യുമ്പോൾ സാനിയക്ക് സ്വയം എപ്പോഴെങ്കിലും താൻ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും തോന്നുന്ന കാര്യം. ഇറ്റ്സ് ബേസിക് ഹ്യൂമൻ. She is hot. നീ വന്ന് ആരാ മോളുടെ റോൾ മോഡല്? സ്ഥിരമായിട്ട് ഫോൺ കൊടുത്ത് ഹസ്ബൻഡോ? അത് ഞാൻ ഒരിക്കലും അറിയാതെ ചാനൽ മാറ്റിയപ്പോ ഇപ്പൊ 500-നകത്ത് 100 വെക്കണോ, 100-നകത്ത് 500 വെക്കണോ എന്നൊരു സംശയം. അങ്ങനെ പറയണേ, അകത്ത് വെച്ചാലും പുറത്ത് വെച്ചാലും സുലൈമാനെ കാര്യം നടന്നാ പോരെ. കഴിഞ്ഞു വീഡിയോ. ഹാഫ് കൊള്ളായിരുന്നു, ഹാഫ് കൊള്ളത്തില്ലായിരുന്നു. ഐ മീൻ യെസ്, പ്രോബബ്ലി ബിക്കോസ് 18+ എന്നൊക്കെ കാണിച്ചത് കൊണ്ടും പിന്നെ ക്ലിക്ക് ലൈക്ക് ആൾക്കാർ വീണ്ടും വീണ്ടും കുത്തിയിരുന്ന് കാണാൻ വേണ്ടിയായിരിക്കും അവിടെ ഇവിടെയൊക്കെ ലൈക്ക് അല്ലേ കുറച്ചിതായിട്ടുള്ള വീഡിയോസ് ഇട്ടത്. മൊത്തം തഗ് ലൈഫ് അല്ലായിരുന്നു. തഗ് ലൈഫ് ബിറ്റ്സ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് ഗുഡ്. അല്ലാത്തത് യു കുഡ് മേക്ക് എ ഡിഫറെൻറ്റ് വീഡിയോ ഫോർ ജസ്റ്റ് ദാറ്റ്. അതെന്നാ കൊള്ളായിരുന്നു, വെറൈറ്റി ഉണ്ടായിരുന്നു,
different than normal Thug Life videos. So yeah, അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും വീണ്ടും കാണുന്നത് വരെ take care, love you all.